കവടിയാർ കൊട്ടാരത്തിലെ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ ഇതാ തിരുവനന്തപുരത്ത് നിന്നും അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരവും പുറത്തുവരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും സ്വർണ്ണക്കള്ളക്കടത്ത് സംശയം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. രാജകുടുംബത്തിന്റെ പ്രവൃത്തികളിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അതീവ രഹസ്യ കത്ത് നൽകിയതോടെ അണിയറയിൽ വലിയ അട്ടിമറികളാണ് നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഇതോടെ ഒരു പ്രധാന ചോദ്യം വായനക്കാരിലേക്ക് ഉയരുന്നു. പദവിയും കൊട്ടാര മഹിമയും പറഞ്ഞ് സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന രാജകുടുംബാംഗങ്ങളെയും അവരുടെ കൂട്ടാളികളെയും ഇനി പോലീസ് മാറ്റമില്ലാതെ പരിശോധിക്കുമോ? ഭക്തർ കാണിക്കയായി സമർപ്പിച്ച കോടിക്കണക്കിന് രൂപ വില വരുന്ന അമൂല്യ വസ്തുക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൂക്കിന് താഴെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ മാത്രം 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും നാണയങ്ങളുമാണ് കാണാതായത്. ഇതിലും വലിയ കൊള്ളയാണ് ശ്രീകോവിലിനുള്ളിൽ നടന്നിരിക്കുന്നത്. കേടുപാടുകൾ തീർക്കാനെന്ന വ്യാജേന മാറ്റിയ മൾട്ടി ടിയർ സ്വർണ്ണവിളക്കിപ്പോൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. പകരമാകട്ടെ യാതൊരുവിധ ഔദ്യോഗിക രേഖകളുമില്ലാതെ ഒരു വെള്ളിവിളക്ക് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഭഗവാന്റെ തിരുമാറിൽ ചാർത്തിയിരുന്ന അതിപുരാതനവും വിലമതിക്കാനാകാത്തതുമായ വൈരനാമം കാണാതായിട്ടിപ്പോൾ 6 മാസം കഴിഞ്ഞിരിക്കുന്നു. മോഷണക്കേസിന്റെ പശ്ചാത്തലത്തിൽ കൊട്ടാരം തന്നെ സംശയനിഴലിൽ നിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിലെ ഈ ദുരൂഹ തിരോധാനങ്ങൾ പുറത്തുവരുന്നത്. ആരാണ് ഈ വൻ അട്ടിമറികൾക്ക് പിന്നിൽ എന്ന ചോദ്യത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായ സൂചനകളുണ്ട്. ക്ഷേത്രത്തിലെ അതിസുരക്ഷാ മേഖലയായ ചെമ്പകത്തറമൂട് പ്രവേശന കവാടത്തിലൂടെ ചില VIP-കളുടെ ആളുകൾ യാതൊരുവിധ സുരക്ഷാ പരിശോധനയുമില്ലാതെയാണ് അകത്തുകയറുന്നത്. ശ്രീ ആദിത്യവർമ്മയുമായി അടുത്ത ബന്ധമുള്ളവരും കവടിയാർ കൊട്ടാരത്തിലെ സ്ഥിരം സന്ദർശകരുമായ ഒരു സംഘം ആളുകൾ സുരക്ഷാ സംവിധാനങ്ങളെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയാണ്. പ്രശാന്തി യൂണിഫോംസ് ഉടമ ഗണപതി വി അയ്യർ, രാജേഷ് കടക്കൂട്ടം, ജിം അരുൺ എന്ന അരുൺ കൊട്ടുകാൽ ഷൈജു, പത്മേഷ് പരശുരാമൻ എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇൻഡിഗോ എയർലൈൻസ് ജീവനക്കാരനായ അശോകും ഈ പരിശോധനയില്ലാത്ത VIP പട്ടികയിലുണ്ട് എന്നതാണ്. ഒരു വിമാനത്താവള ജീവനക്കാരൻ അതീവ സുരക്ഷിത മേഖലയിൽ പരിശോധനകളില്ലാതെ കയറിയിറങ്ങുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്ന സംശയം ഇന്റലിജൻസ് ശക്തമായി ഉയർത്തുന്നുണ്ട്. നിലവിലെ ഗുരുതരമായ അരാജകത്വം കണക്കിലെടുത്ത ADGPS ശ്രീജിത്ത് IPS അടിയന്തരമായി നടപ്പാക്കേണ്ട കടുത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ട്രഷററുടെ ഓഫീസിലും വെഹിക്കിൾ ഷെഡുകളിലും അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയും അടക്കമുള്ള എല്ലാ അമൂല്യ വസ്തുക്കളും അടിയന്തരമായി കേന്ദ്രീകൃത സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്നാണ് പ്രധാന ശുപാർശ. ഭക്തരിൽ നിന്നുള്ള വഴിപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തി പ്രത്യേക ലോക്കറുകളിൽ സൂക്ഷിക്കുകയും അവിടെ കടുത്ത പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തുകയും വേണം. ഏറ്റവും പ്രധാനമായി പദവിയോ കൊട്ടാരം ബന്ധങ്ങളോ നോക്കാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയെയും കടുത്ത സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നും DGP വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പുകൾ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കൈമാറിക്കഴിഞ്ഞു. കൊട്ടാരത്തിലെ ആഭരണമോഷണത്തിന് പിന്നാലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും പിടിച്ചുകുലുക്കുന്ന ഈ ഇന്റലിജൻസ് കണ്ടെത്തലുകളെ ഇനി പിണറായി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ.